സ്വന്തമായി ഉണ്ടായിരുന്ന വീടും പറമ്പും ചികിത്സയ്ക്കായി വിൽക്കേണ്ടി വന്ന കുടുംബത്തിന് വീടൊരുക്കിയിരിക്കുകയാണ് കൊച്ചൌസിഫ് ചിറ്റിലപ്പള്ളിയും മാതൃഭൂമിയും. തൃശൂർ പാഞ്ഞാൽ സ്വദേശി മോഹനനും കുടുംബത്തിനുമാണ് എന്റെ വീട് പദ്ധതിയിലൂടെ വീടൊരുങ്ങിയത്. ജില്ലയിലെ 50ാമത്തെ വീടിന്റെ താക്കോൽദാനം എഴുത്തുകാരി സാറ ജോസഫ് കൈമാറി. വീടെന്നത് സ്വപ്നമായി അവശേഷിക്കുമെന്നാണ് മോഹനനും കുടുംബവും കരുതിയിരുന്നത്. ആ സ്വപ്നം വീണ്ടും യാഥാർത്ഥ്യമായതിന് നന്ദി പറയുകയാണ് മോഹനനും ഭാര്യ സിജിയും. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മാതൃഭൂമിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന എന്റെ വീട് പദ്ധതിയുടെ ജില്ലയിലെ 50ാമത്തെ വീടാണ് പൂർത്തിയായത്. ആലുവയിൽ ടൈലറിംഗ് ജോലി ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനത്തിലായിരുന്നു മോഹനനും ഭാര്യയും 2 മക്കളും അടങ്ങിയ കുടുംബം കഴിഞ്ഞത്. റെയിൽവേ ട്രാക്കിൽ വീണ് പരിക്കേറ്റപ്പോൾ ഒരു വശം തളർന്നു. ഇരുന്നു ചെയ്യാവുന്ന ജോലികൾ ചെയ്താണ് പിന്നീട് കുടുംബം നോക്കിയത്. ഇതിനിടെയാണ് ഹൃദ്രോഗം വീണ്ടും ദുരിതത്തിലാക്കിയത്. എന്റെ വീട് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ മുൻകൈയെടുത്തത് എഴുത്തുകാരി സാറ ജോസഫാണ്. സുമനസുകളുടെ കൂടി സഹായത്തോടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി 50ാമത്തെ വീട് എന്ന് പറയുന്ന സ്വപ്നം പൂർത്തിയാകുന്നത് വളരെ വൈകാതെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ 100 വീടുകളും പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഒരുങ്ങിയാൽ ഒരുപാട് കരങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാവും എന്നുള്ളൊരു ഉദാഹരണമാണ്. ശ്രീവത്സം എന്നാണ് പുതിയ വീടിന് പേര് നൽകിയിട്ടുള്ളത്. ചടങ്ങിൽ പാഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ, MKR ഫൗണ്ടേഷൻ ചെയർമാൻ അച്ചു ഉള്ളാട്ടിൽ, മാതൃഭൂമി റീജിയണൽ മാനേജിംഗ് വിനോദ് പി നാരായണൻ, സീനിയർ ന്യൂസ് എഡിറ്റർ കൃഷ്ണകുമാർ, സർക്കുലേഷൻ മാനേജർ PM ധനേഷ്, മാതൃഭൂമി ലേഖകൻ M അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.